അപ്പോൾ ഇന്ന് പത്രം തുറക്കുമ്പോൾ പത്രം ആകെ അശ്ലീലമായിരിക്കുന്നു. അതായത് KPCC പ്രസിഡന്റ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, അദ്ദേഹം ഒരു ഗൂണ്ട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മവാസനയായിരുന്നു. ഗൂണ്ട എന്ന നിലയിൽ അദ്ദേഹത്തിന് അപാര സാധ്യതകളുണ്ടായിരുന്നു. ഒരു പക്ഷേ വേറെ വല്ല നഗരങ്ങളിലും വേണ്ടി ചെന്ന് വിട്ടെങ്കിൽ അദ്ദേഹം ഒരു ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു 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 ജനറ്റിക് ട്രെൻഡ് അതായിരുന്നു എന്നുള്ളൊരർത്ഥത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ട് അദ്ദേഹം നടത്തിയ അക്രമ പ്രവർത്തനങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ അതിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടി അത് തികച്ചും പറഞ്ഞില്ലേ, ഒരു ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് ഈ വ്യക്തിപരമായ രാഷ്ട്രീയ വൈരത്തിൻ്റെ പഴങ്കഥകൾ പറഞ്ഞ് ആ ഔദ്യോഗികമായ ഒരു പദവിയെ ദുരുപയോഗപ്പെടുത്തുന്നത് എങ്ങനെ എന്ന് മലയാളിയെ ബോധ്യപ്പെടുത്തുന്ന വളരെ മോശപ്പെട്ട ഒരു പ്രകടനം ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ചും കോവിഡിനെ പറ്റിയുള്ള ആശങ്കകൾ പടർത്തുക, അല്ലെങ്കിൽ ഭയം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യം കുറേ നാളായിട്ട്. അതിനുവേണ്ടിയാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസുകൾ നടത്തുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഗവൺമെൻറ് പണം ചിലവാക്കി ഔദ്യോഗിക ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെഴുതിയ ബാനർ താഴെ ഇരുന്നുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുൻകൂട്ടി എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്ന കുറേ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വീരഗാഥ, അത് വായിച്ചു കേട്ടാൽ മുഴുവൻ ചിരി വരും, എഴുതിയിട്ട്, അതായത് ഏതാണ്ട് സുധാകരന് തത്തുല്യനാണ് ഞാൻ, അല്ലെങ്കിൽ സുധാകരനേക്കാളും വീരസാഹസികനാണ് ഞാനെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ഈ പാഴ്ശ്രമങ്ങൾ, അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ പണവും ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിക്കുകയാണ്. അതായത് ഒരു ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസാണത്. രാഷ്ട്രീയം പറയണമെങ്കിൽ അങ്ങനെ പുറത്തിറങ്ങിയെന്ന് പറയാം. ആ മൂക്കിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട്, അല്ലെങ്കിൽ അഴിക്കാതെയോ, ഇപ്പോൾ 2 കെട്ടിന് പകരം 2 കെട്ട് മതിയെന്ന് പറഞ്ഞു. നേരത്തെ 3 കെട്ട് വേണമെന്ന് പറഞ്ഞു വായിൽ. ഇപ്പോൾ അത് 2 കെട്ട് മതിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അനുസരണശീലമുള്ള മലയാളികളൊക്കെ 2 കെട്ടാക്കി മാറ്റും. ആ 2 കെട്ടും അഴിച്ച് മാറ്റാതെയൊക്കെ അദ്ദേഹത്തിനത് പറയാം. അതിന് പകരം ഈ പറഞ്ഞില്ലേ, അതായത് ആളെ രക്ഷിക്കാനെന്നുള്ള വ്യാജേന അദ്ദേഹം ഈ പരത്തുന്ന അഭ്യൂഹങ്ങളുണ്ടല്ലോ, ആ അഭ്യൂഹങ്ങൾ പരത്താൻ വേണ്ടി വിളിച്ചു കൂട്ടിയ പ്രസ് കോൺഫറൻസ്, അത് തന്നെ പറഞ്ഞില്ലേ, ഒരു തരത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനദ്രോഹപരമാണ് ആ പ്രസ് കോൺഫറൻസ്. അതിൻ്റെ അന്ത്യഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി എന്ന് അദ്ദേഹം സങ്കല്പിക്കുന്ന ഒരു ഗൂണ്ടായുമായിട്ട് അദ്ദേഹത്തെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തേണ്ട യാതൊരു കാര്യമല്ലോ. നടത്തണമെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും സമജോടിക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗാട്ടാ കുസ്തി നടത്തി ആര് ജയിക്കുന്നു എന്നുള്ളതാണെങ്കിൽ നമുക്ക് നോക്കാം. അത് ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല. അതും നിങ്ങൾ വളരെ ഗൗരവമുള്ളതെന്ന് പറയുന്ന ഒരു രോഗത്തിനെ സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമയാസമയങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ അത് ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയും, നിങ്ങൾ മൂന്ന് ഈ ബാൻഡ് വേണമെന്ന് പറയുമ്പോൾ 3 ബാൻഡ് വെച്ചിട്ട് ഈ മൂക്കും വായുമൊക്കെ വരിഞ്ഞു കെട്ടുകയും ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മധ്യത്തിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്ന അസഹ്യമാണ്. ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് അവർ ഔചിത്യക്കേട് ആവുമോ എന്നെനിക്ക് ഭയമുണ്ട്. എന്നിട്ട് അത് ഔചിത്യക്കേടാണെന്ന് തോന്നിയിട്ടില്ല. അത് ഒഫീഷ്യലായിട്ടുള്ള പദവിയുടെ ദുരുപയോഗമാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയാനായിട്ട് രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള സ്റ്റേജ് ഉണ്ടാക്കി അവിടെ നിന്നുകൊണ്ട് പറയണം. അല്ല ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് അതിന് കുറിപ്പുകളും തയ്യാറാക്കിയിരുന്നുകൊണ്ട് പറയരുത്. അത് ശരിയായൊരു കാര്യമില്ല. അതായത് സുധാകരനെ പോലെ തന്നെ അതേ നിലവാരത്തിലുള്ളൊരു നേതാവാണ് താനെന്ന് തെളിയിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട്, അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കരുത്. അതുമാത്രമേ അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയണം. പിന്നീട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്നലെ പരത്തിയ അഭ്യൂഹങ്ങളാണല്ലോ പരത്തുന്നത്. അല്ലാതെ ഇതിനൊന്നിനും ആധികാരികതയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കുരുട്ട് വിദ്യ ഉണ്ടല്ലോ, ഇപ്പോൾ അത് ടാറ്റയ്ക്കാമറ്റോ അതിൻ്റെ
ഒരു ടാറ്റയുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ് ടെസ്റ്റ് നടത്താൻ പോകണമെന്ന് പറഞ്ഞു. അവിടെ ഒക്കെ വരുമ്പോൾ അത് വളരെ വ്യക്തമാകുന്നുണ്ട് എന്താണ് ഇതിൽ ഉദ്ദേശിച്ചത്. ടെസ്റ്റിന് നിങ്ങളുടെ ഈ ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയില്ല 4 ഇനത്തിൽ സ്പൈക്കുള്ള കൊറോണ വൈറസ് ഉണ്ട്. ഇതേപോലെ കണ്ടാൽ ജനറ്റിക്കായിട്ട് ഒരുപാട് സിമിലിറ്റിയുള്ള കൊറോണ വൈറസ് ഈ SARS-CoV-2 ഉണ്ട്. നിങ്ങളിവിടെ ഒട്ടുമുക്കാലും നടത്തിയിട്ടുള്ള ആൻറ്റിജൻ ടെസ്റ്റാണ്. ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് WHO തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് ആൾക്ക് രോഗം സ്ഥിരീകരിക്കാനേ പറ്റില്ല. പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ പോലും അതുകൊണ്ട് പറയാൻ പറ്റില്ല. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. RT-PCR ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നതില്ല. അതുമല്ല, ഒരു ദിവസം നിങ്ങൾക്ക് 1,14,000 ടെസ്റ്റ് എങ്ങനെയാണ് RT-PCR ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള വിഭവസങ്കേതം ഇവിടെ ഇരിക്കുന്നത്? അത്ര കൃത്യമായിട്ട് പറയാനായിട്ട് ഈ തരത്തിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതായത് കണ്ടാമിനേഷൻ ഇല്ലാതെ ആണ് ഈ ടെസ്റ്റ് നടത്തുന്നതെന്ന് നിങ്ങൾ എത്ര ലാബ് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്? അതിന് നിങ്ങൾക്ക് പരിശോധിക്കാണ്ട് എന്തെങ്കിലും സമിതിയുണ്ടോ? ഒന്നുമില്ലല്ലോ. കണ്ടാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഡെഫിനറ്റ്ലി ഫാൾസ് റിസൾട്ട്. ആ ഫാൾസ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജനങ്ങളെ ബന്ധിതരാക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം മറുപടി പറയേണ്ട അതിനാണ്. വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഇവിടെ കുറേ ഡോക്ടർമാർ ഇന്നലെ സത്യാഗ്രഹം നടത്തിയവരുണ്ടല്ലേ, അവർ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് പറയണം കണ്ടാമിനേറ്റഡ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയ ടെസ്റ്റുകൾ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് പരിശോധിക്കാനൊരു സമിതിയുണ്ട്. അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഗവൺമെൻറ് ടെസ്റ്റ് റിസൾട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന് പറയാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു 10 ഡോക്ടർമാരെ ഒന്ന് വിളിച്ചു നിർത്താമോ? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നടത്തുന്നത് ഒരു ഫാൾസ് എക്സസൈസാണ്. അഭ്യൂഹങ്ങളും ഈ തരത്തിലുള്ള വ്യാജമായ ഈ നാടകങ്ങളും കൊണ്ട് ഒരു രോഗം അത് വളരെ ഗൗരവമുള്ളതാണെങ്കിൽ അതിന് അങ്ങനെ നേരിടാൻ പറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ നോക്കുക, ഇപ്പോൾ ഇത്ര 19 ആകുന്നുണ്ട്. ഇന്നലത്തെ റിസൾട്ട് വന്നപ്പോൾ ഇത് ഈ നിങ്ങൾ ലോക്ക്ഡൗൺ ഒരു 2-3 ദിവസം റിലാക്സ് ചെയ്തപ്പോഴത്തേക്ക് പോസിറ്റിവിറ്റി റേറ്റ് 10 കഴിഞ്ഞ് വന്നു. 11-13 വരെയൊക്കെ നിന്നതാണ്. അപ്പോൾ ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്തപ്പോഴത്തേക്ക് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു വരികയാണ്. അതായത് ആളുകൾ കൂടുതലായിട്ട് പുറത്തിറങ്ങുകയും ഓഫീസുകളിൽ പോവുകയും സഞ്ചരിക്കുകയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പോസിറ്റീവ് റേറ്റ് താഴോട്ട് പോവുകയാണ്. അത് നമ്മൾ ഇത്രയും നാൾ പോസിറ്റീവ് റേറ്റ് ഇത് ലോക്ക്ഡൗൺ നടത്തിയതുകൊണ്ടാണ് ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്തപ്പോഴത്തേക്ക് താഴോട്ട് വരുന്നതെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? നിങ്ങൾ പറയുന്നതിനെ നിങ്ങൾ തന്നെ ഖണ്ഡിക്കുകയാണ്. നിങ്ങൾ പറയല്ലേ ശനിയും ഞായറും ഞാൻ ഇനിയും പൂട്ടും, അങ്ങനെ പൂട്ടി നിന്ന് അർത്ഥം എന്താണ്? ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. റിലാക്സ് ചെയ്തതിന് ശേഷം അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് 13% സംതിങ് ആയിരുന്ന ആ ഒരു റേറ്റ് ഇപ്പോൾ 10 താഴെയായി. ഏതാണ്ട് 2% താഴെയായി 2-3 ദിവസം കൊണ്ട് റിലാക്സ് ചെയ്തപ്പോഴത്തേക്ക്, ലോക്ക്ഡൗൺ റിലാക്സ് ചെയ്തപ്പോൾ. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഞാൻ ഇന്നലെയും പുറത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ പോയ സ്ഥാപനത്തിൽ ആളുകൾ സാധാരണ ഈ 6 മീറ്ററിൻ്റെ സ്കെയിലും കൊണ്ടൊന്നല്ല നിൽക്കുന്നത്. കൂട്ടം കൂടി നിൽക്കേണ്ടടുത്ത് കൂട്ടം കൂടി നിന്നേ മതിയാവും. കൂട്ടം കൂടി നിൽക്കുന്നു, അവരുടെ കാര്യങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർ പോകുന്നു. അത് തന്നെയാണ് എല്ലായിടവും നടക്കുന്നത്. ഇപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചരടൊക്കെ വലിച്ച് കെട്ടിയിട്ട് ആളെ ദൂരെ നിർത്തിയിട്ട് ആൾക്ക് മാക്സിമം അസൗകര്യം ഉണ്ടാക്കുന്നെങ്കിലും അകത്ത് കിടന്ന് ചെല്ലുമ്പോഴത്തേക്ക് കടകൾ ഈ പറഞ്ഞില്ലേ ഈ വലിയ കടകളുടെ ഉള്ളിലേക്ക് കിടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നത്. അവിടെ എല്ലാം ഈ സാമൂഹിക ഡിസ്റ്റൻസിൻ്റെ ഇത് വെച്ചിട്ടല്ല. പിന്നെ ഈ മൂക്കിക്കെട്ട് എല്ലാവർക്കും ഉണ്ടതില്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കോവിഡ് റിലാക്സ് ചെയ്ത ഒരു 4-5 ദിവസത്തെ സ്റ്റഡികൾ നടത്തി നോക്കിയാൽ എത്ര % നിങ്ങളുടെ ഈ RT-PCR എന്ന് പറയുന്ന അല്ല ഇതിൻ്റെ മറ്റേ റേറ്റുണ്ട് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു അക്രമം എന്തുമാത്രം ഒരു ഫലിതമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ചെയ്യുന്നതെങ്കിൽ അത് ഒരു വലിയ അക്രമമാണെന്നും ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഈ പറഞ്ഞില്ലേ ഇന്നലെ നടത്തിയൊരു വലിയ ആക്രമണം, അതായത് കുട്ടികൾക്ക് വേണ്ടി പീഡിയാട്രിക് സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. 3ാം വേവ് വരുമെന്ന് പറഞ്ഞാൽ ഇതൊരു റോയിട്ടറിൻ്റെ ഒരു സർവേ മാത്രമാണ് സുഹൃത്തെ. റോയിട്ടർ എന്ന് പറയുന്ന ആർക്ക് വേണ്ടിയുള്ള ഏജൻസിയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് ഈ കോവിഡ് ഉണ്ടായതിന് ശേഷം
US-ലും ബ്രിട്ടനിലും ഒക്കെ ആളുകളുടെ ഇടയിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാക്കി ഇറ്റ് ഇസ് എ ഹോക്സ് എന്ന ആൾക്കാർ ഇതൊരു തട്ടിപ്പാണെന്ന് ആൾക്കാർ തെരുവിലിറങ്ങി വിളിച്ചു പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഓരോന്നിനെയും ഖണ്ഡിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാമ്രാജ്യത്വ ഏജൻസിയുടെ ഒരു വാർത്താ ഏജൻസിയാണ് റോയിട്ടർ പല എപ്പിഡമോളജിസ്റ്റുകളെയും പല വിദഗ്ധന്മാരെയും എല്ലാം കണ്ടു തോന്നിയപ്പോഴത്തേക്കും ഒക്ടോബറിൽ ഒരു 3-ാം തരംഗം വരും. അതായത് നേരത്തെ മുന്നറിയിപ്പ് നടത്തിയിട്ടാണോ കൊറോണ വരുന്നത്? കൊറോണയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചില ഇതുണ്ടോ? സമയ നിബന്ധന ഉണ്ട്. നമ്മൾ ഈ സീസൺസ് വരുന്നത് പോലെ വരുന്ന ഇതെന്ന് പറയാം. ഈ പറയുന്ന SARS-CoV-2 എന്ന് പറയുന്ന കൊറോണയ്ക്ക് മാത്രം അങ്ങനെ സവിശേഷതയുണ്ടോ? ഈ പറയുന്നതിലെ യുക്തി എന്താണ്? ആൻഡ് ഇറ്റ് ഇസ് എ ക്രിയേഷൻ ഓഫ് ഈ വരാൻ പോകുന്ന 3-ാം തരംഗം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിയേഷൻ. റോയിട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക മുതലാളിത്തത്തിൻ്റെ ഒരു ക്രിയേഷനാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിനെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുക, അതിൻ്റെ പേര് കുറേ കൂടിയ ആൾക്കാരെ ഈ മെരുക്കി നിർത്തുക എന്ന് പറയുന്ന ഒരു താല്പര്യം, ജനങ്ങളെ അറസ്റ്റ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്ന ഭരണാധികാരികളുടെയും ക്യാപിറ്റലിസ്റ്റുകളുടെയും താല്പര്യത്തിന് വേണ്ടി ഒരു റോയിട്ടർ നടത്തുന്ന പണിയുടെ ആധാരത്തിലാണ് നിങ്ങൾ ഈ പ്രചരണം ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു. വിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏത് വിദഗ്ധന്മാരാണ്? റോയിട്ടർ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി എന്ന് പറയുന്നത് ഇവിടെ മനോരമയെ പോലും അത്ര പോലും വിശ്വാസ്യത ഇല്ലാത്ത തരത്തിൽ തകർന്ന് തരിപ്പണമായി. അതായത് ഇപ്പോൾ ഈ വേറെ ഒരുപാട് ന്യൂസ് ഏജൻസികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ട് റോയിട്ടർ എന്ന് പറയുന്നത് AFP എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ന്യൂസിൽ വരുമ്പോഴത്തേക്ക് അവർ വളരെ വിശ്വസ്തരായിരുന്നു, അവർ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ടിങ് നടത്തുന്നതായിരുന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. റോയിട്ടർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. റോയിട്ടറിൻ്റെ ഒരു റിപ്പോർട്ടിൻ്റെ മേലാണ് നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ഇനി 3-ാം തരംഗം ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമ്പോഴത്തേക്ക് അത് കുട്ടികളെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീഡിയാട്രിക് സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഇരുന്നുകൊണ്ട് കണക്കൂട്ടലുകൾ. പിന്നെ ഈ ഡെൽറ്റ ഭയങ്കര മാരകമായിരുന്നു, ഭീകരമായിരുന്നു. ഇതൊക്കെ ഈ സാർവദേശീയ ഗണത്തിൽ നടക്കുന്നത് പ്രചരണമാണ്. ഡെൽറ്റ എന്ന് പറയുന്നതാണ് ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇതിൻ്റെ ഏതെങ്കിലും ഈ 4 തരം ജലദോഷ കൊറോണ ഉണ്ടല്ലേ, കൊറോണയുടെ ഈ സ്പൈക്ഡ് കൊറോണ എന്ന് പറയുന്നത് 4 തരത്തിൽ ഈ ജലദോഷമുണ്ട്. കോമൺ കോൾഡിൻ്റെ ജലദോഷമുണ്ട്. അത് മഴക്കാലത്ത് സർവ്വസാധാരണമാണ്. ഈ ഡെൽറ്റ പീരീഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെൽറ്റ പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് മഴക്കാലത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതിൻ്റെ വൈറസിനെ ആരെങ്കിലുമൊക്കെ എവിടെയൊക്കെ കണ്ടു കാണും. അത് കണ്ടാലും തിരിച്ചറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ പേരിൽ ഇവിടെ ഇതുണ്ടായി എന്നും പറഞ്ഞ് നിങ്ങളുണ്ടാക്കിയ പുകിലുകളും നാശനഷ്ടങ്ങളും എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സഹിക്കാനാവാത്തതാണ്. ഒരു ശാസ്ത്രീയതയും അത് നമ്മുടെ നിലയിൽ, സ്വന്തം നിലയിൽ നമ്മളുടെ ലാബുകളിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ എത്രത്തോളം ശാസ്ത്രീയമാണ്? അത് ആൻറ്റിജൻ വെച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനാകില്ല. അതായത് ഒരു 5 ഈ കൊറോണ വൈറസിൻ്റെ രൂപഭേദങ്ങളുണ്ട്. അതിൽ 4 കോമൺ കോൾഡിൻ്റെ ആണ്. 5 സ്പൈക്സ് ഉണ്ട്. ഈ 5 തമ്മിൽ അസാമാന്യമായിട്ടുള്ള സാമ്യങ്ങളുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് കൊണ്ട് ഒരിക്കലും അത് കണ്ടുപിടിക്കാനാവില്ല എന്ന് WHO പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിവിടെ പ്രധാനമായിട്ട് ഉപജീവിക്കുന്ന ആൻറ്റിജനാണ്. RT-PCR ഇങ്ങനെ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതെവിടെ കൃത്യമായി വൃത്തിയായി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു ദിവസം 1.5 ലക്ഷം പേർക്ക് നിങ്ങൾക്ക് എന്തായാലും ആൻറ്റിജൻ ടെസ്റ്റ് നടത്താൻ ഒക്കില്ല. കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇന്നലെ 1,14,000 പേരുടെ ടെസ്റ്റ് നടത്തി. എന്ത് ടെസ്റ്റാണ് നടത്തിയത്? RT-PCR നടത്തിയ 1,14,000 പേരുടെ. ആൻറ്റിജൻ ആയിരിക്കുമല്ലോ നടത്തിയിട്ടുള്ളത്. ആൻറ്റിജൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അല്ലെങ്കിൽ തന്നെയും ഇറ്റ് ഈസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സേതവും കണ്ടാമിനേറ്റഡ് ആയ ടൂൾസുമാണ് ഇവിടുത്തെ ഈ ലാബിൻ്റെയൊക്കെ ആ കൃത്യത എന്ന് പറയുന്നത് പരിശോധിക്കാൻ വേണ്ടിയുള്ള യാതൊരു സംവിധാനം. ഞാൻ ഇതൊക്കെ കുറേ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നലെയും ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ട് ആളുകളെ ഭയപ്പെടുത്തുന്ന അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇത് ഒരു റോയിട്ടറിൻ്റെ സർവേ മാത്രമാണ് ഒക്ടോബറിൽ വരുമെന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കുട്ടികൾ പേടിക്കേണ്ട, 3-ാം തരംഗം വന്ന അപ്പോൾ കുട്ടികൾ പേടിക്കണം എന്നല്ല മുഖ്യമന്ത്രി പറയുമ്പോൾ ഇന്ന് മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ടൈറ്റിൽ കുട്ടികൾ പേടിക്കേണ്ട. എന്തുകൊണ്ടാണ്? കുട്ടികളെ കൂടുതലായി ബാധിക്കില്ലെന്ന് എയിംസ് WHO എയിംസും പറഞ്ഞിരിക്കും കുട്ടികളെ കൂടുതലായിട്ട് ബാധിക്കില്ലെന്ന്. ഇവിടെ കുട്ടികൾ ബാധിക്കുമെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം മുതിർന്ന ഒരു ആളുടെ മേലെല്ലാം ഈ കുതിര കയറി കഴിഞ്ഞു. ഇനി ബാക്കി അവശേഷിക്കുന്ന കുട്ടികളാണ്. അവർ മേലാകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കുട്ടികളെ ബാധിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടികൾ പേടിക്കേണ്ട, കുട്ടികളെ കൂടുതലായിട്ട്
ബാധിക്കില്ലെന്ന് എയിംസും WHO പറഞ്ഞിരിക്കുമെന്നാണ് പറയുന്നത്. ആര് പറയുന്നു വിശ്വസിക്കണം? കുട്ടികളെ ബാധിക്കുമെന്ന് പറയുന്ന റോയിട്ടറിൻ്റെ റിപ്പോർട്ട് വിശ്വസിക്കണോ? ഇതൊരു വലിയ മൂന്നാം തരം അങ്ങോട്ട് ഒക്ടോബറിൽ വരുമെന്ന് പറയുന്ന റോയിട്ടറിൻ്റെ പിണറായി വിജയൻ്റെയും ഭീഷണി വിശ്വസിക്കണോ? അതോ ഈ എയിംസും ഇതൊന്നും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം അഭ്യൂഹങ്ങളാണ്. ഈ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കൊല്ലും, നിങ്ങളെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകും എന്നൊരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്നാണ് പിണറായി വിജയൻ പറയുന്നതിൻ്റെ അർത്ഥം. പിണറായി വിജയൻ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഭീഷണികൾ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയനല്ല, ഈ ലോക്കൽ ലെവലിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവർക്കും, അവരുടെ മിക്കവാറും എല്ലാവർക്കും, ആക്റ്റീവായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. അവസാനത്തെ പ്രയോഗമാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുള്ളത്. അത് പിണറായി വിജയൻ്റെ പക്ഷക്കാരും പ്രയോഗിച്ചിട്ടുണ്ട് പലർക്കും എതിരെ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊല്ലുമെന്നൊക്കെയുള്ള ഭീഷണി വരാറുണ്ട്. അതുകൊണ്ട് ആരും പാർട്ടി പ്രവർത്തനം നിർത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണി അത് നടന്നുകൂടാന്നില്ല, അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അങ്ങനെ നടന്നുകൂടാന്നില്ല, നിങ്ങൾ കൊല്ലപ്പെട്ടുകൂടാന്നില്ല. കൊല്ലപ്പെടാം, എന്തെങ്കിലും നമുക്ക് ഏറ്റവും ദുഃഖകരമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, അങ്ങനെ പലതും സംഭവിക്കാം. പക്ഷേ അതുകൊണ്ട് നമ്മളാരും പുറത്തിറങ്ങാതിരിക്കുകയും വീടിനകത്ത് തന്നെ ഇരിക്കുകയും ചെയ്തിട്ട് ചരിത്രമില്ല. അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞല്ലേ അത് കുട്ടികളെ ബാധിക്കുമെന്ന് പറയുന്നു, ബാധിക്കില്ല എന്ന് പറയുന്നത്, രണ്ടും പറയുന്നത് വിദഗ്ധന്മാർ തന്നെയാണ്. രണ്ടും വിദഗ്ധന്മാർ തന്നെയാണ് പറയുന്നത്. ഒക്ടോബറിൽ വരുന്നു പറയട്ടെ. ഇപ്പോൾ ഇവിടെ രണ്ടാം തരംഗം വന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായ റിപ്പോർട്ട്, എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ റിപ്പോർട്ട് ഇതാണ്. അതായത് കോവിഡ് അങ്ങ് റിസീഡ് ചെയ്തപ്പോഴത്തേക്ക് ആളുകളിൽ കാണുന്നത് ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും ഇൻഫെക്ഷനാണ്. അതാണ് ശരി. ഇവിടെ ആർക്കെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഫംഗസ് ഇൻഫെക്ഷനുമാണ്. അതിനെ നിങ്ങൾ വൈറൽ ഇൻഫെക്ഷൻ ആക്കി മാറ്റിയിട്ടാണ് ഈ കോവിഡ് പ്രചാരണം നടത്തുന്നത്. അവസാനം ഇത് കോവിഡ് എന്ന് പറയുന്നതിൻ്റെ ഇതങ്ങനെ കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ചെറിയ തോതിൽ പല തരത്തിലുള്ള ലങ് ഇൻഫെക്ഷനും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഉണ്ട്, അല്ലെങ്കിൽ തന്നെ ഇൻഫെക്ഷൻസ് ഉള്ളവരുണ്ട്. അതാണ് അങ്ങനെ ഒരു പ്രസ് റിപ്പോർട്ടുണ്ട്. അതായത് കോവിഡ് കാണാതെ പോകുമ്പോഴത്തേക്ക് ബാക്കി ഇവിടെ അവശേഷിക്കുന്നത് ബാക്ടീരിയ. അല്ലെങ്കിലും നിങ്ങൾ എന്തിനാണ് ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത്? നിങ്ങൾ ഇതൊന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ മരുന്നിൻ്റെ ലിസ്റ്റിൽ അസിത്രോമൈസിനുണ്ട്. അസിത്രോമൈസിനാണ് റെസ്പിറേറ്ററി ഇൻഫെക്ഷനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ആൻറ്റിബയോട്ടിക്, സർവ്വസാധാരണമായിട്ട് കൊടുക്കുന്നതാണ്. അതാണ് പണ്ട് പറഞ്ഞില്ലേ, പണ്ട് 2 ഇന്ത്യൻ ഡോക്ടർമാരുടെ ഇത് പറഞ്ഞിരുന്ന ഇത് വന്നപ്പോഴത്തേക്ക്, ഈ ഫംഗൽ ഡിസീസ് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇതിനു വേണ്ടി സ്റ്റെറോയിഡ്സിന് വേണ്ടി ആൾക്കാർ ബഹളം കൂട്ടുമ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഞങ്ങൾ വർഷങ്ങളായിട്ട് അസിത്രോമൈസിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അസിത്രോമൈസിന് കൊടുത്ത് തന്നെയാണ് ആൾക്ക് ഈ പറഞ്ഞില്ലേ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അസിത്രോമൈസിനാണ്. അത് ന്യൂമോണിയ ആയി തീരാതിരിക്കാനായിട്ട്, ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷനും ന്യൂമോണിയ ആയിട്ട് തീരാതിരിക്കാനായിട്ട് ഡോക്ടർമാർ കൊടുക്കുന്നത് ഇത് തന്നെയാണ്, അസിത്രോമൈസിൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പതുക്കെ മറന്നീക്ക് പുറത്തു വരികയാണ്. കോവിഡ് കുറയുമ്പോഴേക്ക് ഇൻഫെക്ഷൻ ബാക്ടീരിയലാണ് അല്ലെങ്കിൽ ഫംഗലാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ തെളിയുന്നത്. ഇത്രയുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ മുഖ്യമന്ത്രി ആഴ്ചയ്ക്ക് ഈ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി ഒക്ടോബറിൽ ഇതാ വലിയൊരു മല വരുന്നു, അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനിയും കൂട്ടിനകത്ത് തന്നെ ഇരിക്കണം, ഈ 3 ഈ ബാൻഡ് ഇത് കെട്ടണമെന്ന് പറയുന്നത്, മൂക്കിൽ എന്താ മാസ്ക് കെട്ടണമെന്നൊക്കെ പറയുന്നത് എന്ത് അബദ്ധമാണ്. എനിക്ക് തോന്നുന്നു ഈ 70 വയസ്സായിട്ടുള്ളവരിൽ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവർ ഈ 3 മാസ്ക് കെട്ടിക്കൊണ്ട് കിടന്നുകൊണ്ടാണ്. അവർക്ക് റെസ്പിറേറ്ററി ട്രബിൾ കൃത്യമായിട്ടും ഉണ്ടാകും 3 മാസ്കൊക്കെ കെട്ടിക്കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ 2 മാസ്ക് കെട്ടണമെന്ന് പറയും, 2 മാസ്ക് കെട്ടിയാലും ബുദ്ധിമുട്ടുണ്ടാകും. അതായത് നമ്മുടെ ഒരു പറഞ്ഞില്ലേ, നമ്മൾ ഈ ശ്വസനക്രിയ പ്രധാനമായിട്ട് നടത്തുന്നത് നേസലായിട്ടാണ്, വായിൽ കൂടെ എല്ലാ ആളും ശ്വസിക്കുന്നത്. അവിടെ അത് നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാന ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ പ്രധാന ഒരു മാർഗമായിട്ടുള്ള നമ്മുടെ ഈ മൂക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം ഉണ്ടാകും. ആ തടസ്സം നിങ്ങൾ സ്ഥിരമായിട്ടിങ്ങനെ പറഞ്ഞില്ലേ, അതിൽ
ഈ പറഞ്ഞില്ലേ ശ്വാസകലയുടെ പുറത്തു പോകാനൊക്കെയുള്ള മാർഗങ്ങളുണ്ട്. കെട്ടിയാലും അത് 3 തവണ കെട്ടണം, 2 തവണ കെട്ടണം. 1 തവണ കെട്ടിയാലും പോരാന്ന് പറഞ്ഞാൽ 3 തവണയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശ്വാസതടസ്സത്തിൻ്റെ രോഗങ്ങൾ സംഭവിച്ച് അവർ എളുപ്പത്തിൽ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഈ 2ാം ഘട്ടത്തിൽ കഴിഞ്ഞിട്ട് ഇനി 3ാം ഘട്ടം വരെ ആൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെത്ത് റേറ്റ് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. ഈ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ആളെ ഇത് ധരിപ്പിച്ച് കൊല്ലുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യൻ്റെ ശ്വസനക്രിയയ്ക്ക് തടസ്സം നിങ്ങൾ ഈ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഫൈൻ കൊടുക്കണം എന്നുള്ള സ്ഥിതിവിശേഷം വരുന്നതുകൊണ്ട് കൂടുതൽ പേർ മരിക്കാതെ. ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്. ഈ മൂക്കിൽ കൂടെയാണ് നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം നടത്തുന്നത്, വായു കൂടെ അല്ല. വായു കെട്ടുന്നുണ്ട്, എന്നാലും മൂക്കിൽ കൂടെയാണ്. വാ കെട്ടിയാലും കുഴപ്പമില്ല, മൂക്ക് കെട്ടണമെന്ന് പറയുമ്പോഴത്തേക്ക് മൂക്കിൽ കൂടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്വസന പ്രക്രിയ നടത്തുന്നത്. അത് തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ വ്യക്തികളുടെയും ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും, ശ്വസനക്രിയയെ ബാധിക്കും. ഈ പറഞ്ഞ ഒരു സഡൻ കൊളാപ്സ്, ഒരു ബ്രത്ത് കൊളാപ്സ് വരാൻ അത് മതി കാരണം. ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴാനും മരിക്കാനും അത് മതി കാരണം. അപ്പോൾ അത് ഇവിടുത്തെ ഈ വൈദ്യന്മാർ ഇന്നലെ IMA എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വം, എനിക്കതാണ് ഈ ഒരുവിധം വൃത്തിയുള്ള ഡോക്ടർമാരൊക്കെ ആ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ സമരം നടത്തിയെന്ന് കേട്ടോ. ഡോക്ടർമാർ അവർ ഏത് സംഘത്തിൻ്റെ കീഴിലാണ് അണിനിരക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം അവർക്കുണ്ടാകണം. ആ സംഘം എന്ത് ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാനുള്ള വിവേകം ആദ്യം അവർക്കുണ്ടാകണം. ഇത്രയും ഡോക്ടർമാർ ഈ കേരളത്തിലുണ്ടായിട്ട് ഈ ഒരു കാര്യമായിട്ട് വൈദ്യശാസ്ത്ര സംബന്ധമായിട്ട് വകതിരിവുള്ള ഒരു അഭിപ്രായം കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് പ്രതിഷേധം, ഇതൊക്കെ അനാവശ്യമാണെന്ന് പറഞ്ഞ്. പക്ഷേ കേരളത്തിൽ മാത്രം ഈ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞില്ലേ, ഈ അഭ്യൂഹങ്ങൾ വരുത്താനും വീണ്ടും ഭയം വ്യാപിപ്പിക്കാനും നമ്മൾ ഈ വീണ്ടും ഒതുങ്ങിക്കൊള്ളണമെന്നുള്ള മുന്നറിയിപ്പ് നൽകാനും വേണ്ടി മുഖ്യമന്ത്രി അത് ഇങ്ങനെ എപ്പോഴും പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടണമെന്നില്ല. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മുഖ്യമന്ത്രിയുടെ അതിൻ്റെ തുടർച്ചയാകാൻ പാടില്ല. കാര്യം അത് രണ്ടും രണ്ടാണ്. രാഷ്ട്രീയ കാര്യങ്ങൾ വേറെയാണ് പറയേണ്ടത്. എന്നാലും ഒരു ഔചിത്യവും മര്യാദയും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഈ കൂടുതൽ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചു. തൻ്റെ വ്യക്തിപരമായ സാഹസികതയുടെ വലുപ്പം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ചിലവഴിക്കുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വകതിരിവിൻ്റെ പ്രശ്നമാണ്. വകതിരിവ് എന്നുള്ളതല്ല, അത് ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗമാണ്. അതിൽ ഞാൻ അവസാനം പറഞ്ഞതിലേക്ക് തന്നെ വരാം. ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഒരു കോൺഗ്രസ് നേതാവ് രഹസ്യമായിട്ട് വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞ് സുധാകരൻ അങ്ങനെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുപ്പുകളായിട്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അദ്ദേഹം സ്കൂളിൽ വിട്ടില്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെച്ചു. അത്രയേ ഉള്ളൂ ഒക്ടോബറിൽ വരുന്ന ഇതിൻ്റെ കാര്യത്തിൽ. ഒക്ടോബറിൽ വരുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേരെ കൊന്നിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു KSCക്കാരൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെയോ BJPക്കാരൻ്റെയോ ഒരു ഇതുപോലും കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാതി കൈയായിട്ടിരിക്കുന്ന ജയരാജ അപ്പുറത്തിരിപ്പുണ്ട്. ജയരാജൻ അങ്ങനെ പറയാൻ പറ്റുമോ? ഒരുപാട് പേര് ഈ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ രാഷ്ട്രീയ എതിരാളികളുടെ കുത്തും വെട്ടുകയറ്റും മരിച്ചിട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ ശരീരത്ത് എതിരാളികളൊന്നും ചെയ്തിട്ടില്ലെന്ന്? പറയാൻ പറ്റില്ല. ഒരുപാട് കുട്ടികൾ SFIക്കാർ ഈ കലാലയത്തിൽ വെച്ച് കുത്തേറ്റ് അല്ലെങ്കിൽ വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റുമോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആകുമ്പോഴത്തേക്ക് എതിരാളികളുടെ കുത്തും വെട്ടും തല്ലുമേറ്റ് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് അങ്ങനെ എന്നെ ആരെങ്കിലും തല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ അവമാനമായിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിനെല്ലാം അതീതനാണ്, ഞാൻ ഇങ്ങനെ 2 കൈയെടുത്ത് കൊട്ടുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ കിടുകിടെ വിറച്ചു എന്നൊക്കെ നിന്നുകൊണ്ട് ഈ തരത്തിലുള്ള ഈ തള്ള് നടത്തുന്നതിന് വേണ്ടി ഒരു പ്രസ് കോൺഫറൻസ് നടത്തുന്ന മുഖ്യമന്ത്രിയെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പേഴ്സണലായിട്ട് അയാളെ തന്നെ പൊക്കി പറയാൻ വേണ്ടി. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ്? എന്നെ തൊടണമെന്ന് പലർക്കും ആഗ്രഹമുണ്ടാണ്, പക്ഷേ എൻ്റെ ഈ പരിശുദ്ധമായ ശരീരത്തിൽ ഒരുത്തനും ഇതുവരെ തൊട്ടിട്ടില്ല.
പക്ഷേ തൊട്ടിട്ടുള്ളവരാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിന് വിധേയരായിട്ടുള്ളവരാണ് കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും. ഒരാളെ അതിനകത്ത് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അവരാരും ഇത് വിളിച്ചപ്പോൾ EMS ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ EMS വിളിച്ച് പറയുമോ എന്നെ ഇന്നയാൾ ആക്രമിച്ചു, അല്ലെങ്കിൽ AKG ആക്രമിക്കുകയാണെങ്കിൽ AKG വിളിച്ച് പറയും, എന്നെ ആക്രമിച്ചേ എന്ന് വിളിച്ച് പറയും. അത് ചില ബുദ്ധിജീവികൾ വിളിച്ച് പറയും, എനിക്ക് ഭീഷണിയുണ്ട്, മറ്റാണ് മറിച്ചാണ് എന്നും പറഞ്ഞ് വിളിച്ച് പറയും. അല്ല വേറെ ആരും അങ്ങനെ വിളിച്ച് പറയാറില്ല. ഭീഷണി ഉണ്ടെങ്കിൽ ഭീഷണി വരുമ്പോൾ നേരിടാമെന്ന് പറഞ്ഞിരിക്കും, അത്രയേ ഉള്ളൂ. നിങ്ങളും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരെയും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇതിൽ നിന്നുണ്ട്, കാണ്ടസുകാരിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ് ഇതേ ഭാഷ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന്. നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോഴത്തേക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന് തന്നെ നിങ്ങളുടെ ആൾക്കാർ നിരന്തരമായി ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ ആരും രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നോ സാമൂഹിക പ്രവർത്തനത്തിൽ നിന്നോ പിന്മാറില്ല. അപ്പോൾ അത് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. അത് ആദ്യം പിണറായി വിജയൻ മനസ്സിലാക്കണം. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ ഇതിൽ മുഴുവനും ഇന്നലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ ഒരു അനാഘ്രാത കുസുമത്തെ പോലെ ഈ അടിപിടി അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അദ്ദേഹം ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കാണ്ടസുകാരനും അദ്ദേഹത്തെ തൊടാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു അദ്ദേഹം എന്നുള്ള തരത്തിലാണ് ഒരു പ്രസ് കോൺഫറൻസ്. ഇത് കൊടുത്ത് എന്ത് അസംബന്ധമാണ്. പൊതിരെ തല്ലുകൊണ്ടിട്ടാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അന്ന് SFI ഇല്ല, അന്ന് KSFI ഉള്ളൂ. അന്ന് KSFൻ്റെ നേതാവ് തന്നെയായിരുന്നു, അത് സംശയമില്ല. പക്ഷേ എനിക്കറിയാവുന്ന KSFൻ്റെ നേതാക്കന്മാരെല്ലാം പൊതിരെ തല്ലുകൊണ്ടവരാണ്. ഈ തെക്കൻ മേഖല, അന്ന് KSF ആയിരിക്കുമ്പോൾ തെക്കൻ മേഖലയിലാണ് ഞാൻ. എൻ്റെ കോളേജ് ഉൾപ്പെടെയുള്ള ഞാൻ പറഞ്ഞില്ല 63, 64 ശേഷം ഏതാണ്ട് 73 വരെ KSUവിൻ്റെ തേർവാഴ്ചയായിരുന്നു. ഒരർത്ഥത്തിൽ ഈ സുധാകരൻ ടൈപ്പ് ഗൂണ്ടകളെ റിക്രൂട്ട് ചെയ്ത് മാനേജ്മെൻറ്റുമായിട്ട് ചേർന്ന് റിക്രൂട്ട് ചെയ്ത് പ്രൈവറ്റ് കോളേജുകളിലൊക്കെ ഇറക്കി. മറ്റേ കോളേജുകളുടെ കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ, ബ്രണ്ണനിലൊക്കെ അതെങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഗുണ്ടകളെന്നുള്ള രീതിയിൽ തന്നെ റിക്രൂട്ട് ചെയ്ത് ഇറക്കിയ KSUക്കാരുണ്ട്. അങ്ങനെ അല്ലാത്ത KSUക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ SM കോളേജിലായിരിക്കുമ്പോൾ തന്നെ നല്ല ശരിയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്ന KSUക്കാരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ഗൂണ്ടകളും ഉണ്ടായിരുന്നു. ആ ഗൂണ്ട സംഘത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇദ്ദേഹം എന്ന് മാത്രമേ അദ്ദേഹം അവകാശപ്പെട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആ രംഗത്തൊരു വലിയ ഭാവി ഉണ്ടായിരുന്നു. കോൺഗ്രസ് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവി നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കൂടെ RSSൽ പോകണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അയാളെ നേരിടാനായിട്ട് ഒരു വാചകം കൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ, അയാൾക്ക് ഗുണ്ട പ്രവർത്തനമാണ്, ഒരു ഗൂണ്ടയാണ് KPCC പ്രസിഡൻ്റ് ആയിരിക്കുന്നത്, ഒറ്റ വാചകം കൊണ്ട് തീർക്കാവുന്ന ഒരു കേസിന് ഇത്രയും വലിയ രാമകൃഷ്ണൻ്റെ പ്രമാണവും ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ പറ്റിയുള്ള പ്രമാണമൊന്നും ഹാജരാക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികളെ വേറൊരു തരത്തിൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് വേറൊരു തന്ത്രമാണ്, മുതലാളിത്തത്തിൻ്റെ തന്ത്രമാണ്. CPMൻ്റെ മുഖ്യമന്ത്രിയായിരിക്കെ EK നായനാരുടെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. EK നായനാരുടെ മരുമോനെ, EMSൻ്റെ മരുമോനെ ഒക്കെ സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകലാണ്. പക്ഷേ അതിന് EMSൻ്റെ മകൾ അതിന് വഴി കൊടുക്കാത്തതുകൊണ്ട് അവിടെ ഒരു സമ്പ്രദായം നടന്നില്ല. EK നായനാരുടെ അവിടെയാണെങ്കിൽ കുറച്ച് ദുഷ്പേര് കിട്ടത്തക്ക രീതിയിൽ മരുമക്കളുടെ ഭാഗത്തു നിന്ന് ചില സംഭവം, ഇതൊക്കെ തട്ടിക്കൊണ്ടുപോകലാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയതാണ്. അല്ലാതെ അവർ ജനിച്ചപ്പോഴേ അവർക്കിങ്ങനെ ഈ തരത്തിൽ ഈ അധോലോക പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പറഞ്ഞ് ഒരു വാസന ഉണ്ടായിരുന്നവരല്ല. കുറച്ച് നെഞ്ചു നോക്കും. ഇവിടെ ഈ യൂണിവേഴ്സിറ്റി കോളേജ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ദാദാ ലൈനൊക്കെ അവർ വരുന്നതിന് മുമ്പ് തന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ചില കക്ഷികൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ അതിലോട്ടം കണ്ട് കയറി പിന്നെ ഈ തരത്തിൽ വന്ന് അവർ പൂർണ്ണമായിട്ട് തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ ഒരു സൗജന്യമായിട്ട് അഡ്മിഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ മാതാവിന് അമൃതാനന്ദമായി രാഷ്ട്രീയ നേതാവിൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് തട്ടിക്കൊണ്ടുപോകേണ്ട വേറൊരു രീതി. ഇപ്പോൾ നിങ്ങളുടെ മകന് വിദേശത്ത് പോയി പണം ഇത് എടുക്കുമ്പോഴത്തേക്ക് അതിനെ ധനസഹായം ചെയ്യാനായിട്ട് ബാങ്കിങ്ങിൻ്റെ ഏർപ്പാടുകളൊക്കെ ശരിപ്പെടുത്തുന്ന ആൾ ഒരു തരത്തിൽ തട്ടിക്കൊണ്ടുപോകലാണ് നടത്തുന്നത്. അങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകൽ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യത്തിലായാലും ശ്രീമതി ടീച്ചറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഈ മക്കളെ തട്ടിക്കൊണ്ടുപോകൽ എന്ന് പറയുന്നത്, മക്കൾക്ക് അനർഹമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകലാണ്. അതായത് വ്യവസ്ഥാപിതമായിട്ടുള്ള
രീതിയിൽ അവർക്ക് അവരുടേതായ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തട്ടിക്കൊണ്ടുപോകലാണ്. ആ തട്ടിക്കൊണ്ടുപോകൽ ഇവിടെ നടക്കുന്നുണ്ട്, ധാരാളമായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്, പല രൂപത്തിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും വലിയ ഈ വീമ്പ് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, വീരഭാഗത്തിലൊന്നും കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഈ പത്രത്തിൽ പറഞ്ഞ ഇനിയിപ്പോൾ സുധാകരൻ്റെ മറുപടി ഇന്നുണ്ടാകും എന്ന് പറയുന്നത് എന്താ ഇവർ രണ്ടുപേരും കൂടി ഈ നമ്മുടെ ഈ പറഞ്ഞതിൽ വളരെ ദുരിതമനുഭവിക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ ഈ വൈയക്തികമായിട്ടുള്ള ഈ വീരസാഹസിക കൃത്യത്തിൻ്റെ മൽപ്പിടുത്തത്തിൻ്റെ കഥകൾ ഈ പത്രങ്ങളിൽ വിളമ്പുകയും പത്രങ്ങൾ അതിൽ വലിയ പ്രാധാന്യത്തോടെ അത് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും മാതൃഭൂമിക്കാർ കുറച്ച് മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട്. മനോരമയ്ക്ക് പിന്നെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, മനോരമയുടെ പ്രധാനപ്പെട്ട ടൈറ്റിൽ അതാണ്. ഇവരുടെ ദേശാഭിമാനിക്കാരാണെങ്കിൽ ഒക്ടോബറിൽ മാരി വരാൻ വീണ്ടും പോകുമെന്നും പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതൊക്കെയാണ് പത്രങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് റോയിട്ടറിൻ്റെ ഒരു സർവേ വന്നിട്ടുണ്ട്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഒക്ടോബറിലെ മഹാമാരി എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. അല്ലാതെ വേറെ യാതൊരു അടിസ്ഥാനവും അതിനകത്തില്ല. അല്ലാതെ ഈ കൊറോണ വൈറസ്, ഈ SARS-CoV-2 എന്ന് പറയുന്നതിന് കുട്ടികളോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടെന്നോ അതിന് ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരണമെന്ന് താല്പര്യമുണ്ടെന്നോ എന്നൊന്നും ഈ കൊറോണ വൈറസ് ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അഭ്യൂഹങ്ങളാണ്. ഇവർ ഒരു അഭിപ്രായം, നമ്മൾ സർവേയിലൂടെ സർവേയിലൂടെ ഒരു അഭിപ്രായം ക്രിയേറ്റ് ചെയ്യുകയും ആ അഭിപ്രായത്തെ വസ്തുതയാക്കി അട്ടിമറിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ സർവേ എന്ന് പറയുന്നത് ഈ അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. സർവേയിലൂടെയാണ് അവർ ആടിനെ പട്ടിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണാറുണ്ട്. സർവേയിലൂടെ ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നത് അങ്ങനെ, പിന്നെ ആ അഭിപ്രായത്തിനൊത്ത് ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ ആ രീതിയിൽ റെസിസ്റ്റ് ചെയ്യണം എന്ന് കൊണ്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പിണറായി ഓർക്കേണ്ടത്, എൻ്റെ ശരീരത്ത് ആരും ഒന്നും തൊട്ടിട്ടില്ല, പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അതവരുടെ സ്വപ്നമായിരുന്നു, എന്തായാലും സ്വപ്ന കാമുകനോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തൊടാനായിട്ട് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു പറയാനായിട്ട്, വല്ല സിനിമാ താരം മറ്റോ ആയിരുന്നു. എല്ലാ നേതാക്കന്മാരും പൊതിരെ തല്ലുകൊണ്ടവരാണ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരൊക്കെ. അവരുടെയൊക്കെ ചരിത്രം നോക്കണം. ട്രേഡ് യൂണിയൻ ഫീൽഡിലൊക്കെ പറഞ്ഞില്ല, സുധാകരൻ തന്നെ പറഞ്ഞതിൽ വളരെ വ്യക്തമായൊരു കാര്യമുണ്ട്. ഇതാണ്, ഒരു പൊതുയോഗം നടക്കുമ്പോഴത്തേക്ക് ആ പൊതുയോഗം കലക്കാനായിട്ട് ഗൂണ്ടകൾ വരിക. പണ്ട് സമരക്കാർ സമരം നടത്തുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, സമരം നടത്തുമ്പോൾ സമരം പൊളിക്കാനായിട്ട് ഒരു ഗൂണ്ട ആക്രമണം നടത്തുക. അതാണ് അതിൻ്റെ ആ ഒരു മിനിയേച്ചറാണ് അതിനകത്ത് പറഞ്ഞത്. ഈ സിനിമകളിൽ പോലും ഇവരെ ഗൂണ്ടകളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത്ര ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളായിരുന്നു താനെന്ന് ഒരാൾ പറയുമ്പോഴത്തേക്ക് അതിനെതിരെ എൻ്റെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല, ഇനി തൊടുകയുമില്ല എന്നുള്ള മട്ടിലൊക്കെ കയറി നിന്നുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ആ വീരവാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അത് ഈ ഒരുപാട് ഇതിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഒരുപാട് രക്തം കൊടുത്തവരും മരിച്ചവരൊക്കെ ഉണ്ട്. അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതിനുവേണ്ടി ഒരു പ്രസ് കോൺഫറൻസ്, ഒരു ഔദ്യോഗിക പ്രസ് കോൺഫറൻസിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ചതിന് എന്തെങ്കിലും മര്യാദയുണ്ടാക്കി കേരള ജനതയോട് മാപ്പ് പറയണം. അല്ലെങ്കിൽ വേറെ ഈ സ്വകാര്യമായിട്ട് എൻ്റെ വീരസ്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന് ദേശാഭിമാനി ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്, 3 മുഖം മൂടിയിട്ടോ 3 കൂടുതൽ മുഖം മൂടിയിട്ടോ ഇടാതെയോ അദ്ദേഹത്തിന് ഇതൊക്കെ പറയാം. അതുകൊണ്ട് ഇത് ഒരു ശരിയായ കാര്യമല്ല എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇന്നലെ നടന്ന ഈ ചർച്ചയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഊർജ്ജ സമ്പത്ത്, ഊർജ്ജോൽപാദനം എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം. ഈ മഹായുദ്ധങ്ങളെന്ന് പറയുന്നതും ഇപ്പോൾ ഈ അറബ് ഇസ്രായേലി സംഘടന എന്ന് പറയുന്നതും ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സംഘടനം ഊർജത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എണ്ണ അറബ് കൺട്രീസിൻ്റെ ഒരു പിടിയിലാണ്, അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങളിലാണ് അതിൻ്റെ പാടങ്ങളുള്ളത്, എണ്ണപ്പാടങ്ങളുള്ളത്. അതുകൊണ്ട് അതിൻ്റെ സർവാധികാരത്തെ
പിടിച്ചെടുത്ത് അതിൻ്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന യുദ്ധങ്ങളാണ്. ഒരു പാലസ്തീനിലെ പ്രവാസികളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്, അതിൽ പറഞ്ഞില്ലേ, അതിൽ ക്രിസ്ത്യാനിയും മുസൽമാനും കുരിശുദ്ധമൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അതിൻ്റെ അടിസ്ഥാനം പിന്നീടുണ്ടായിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സകല സംഘടനകളും, ഈജിപ്തിൽ നാസറുമായിട്ട് US കൈകോർക്കുമ്പോൾ നാസർ പറഞ്ഞു കടന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞു. സൂയസ് കനാലിൻ്റെ പ്രശ്നത്തിലൊക്കെ വളരെ ഗഡ്സോടുകൂടി പറയുന്നുണ്ട് USൻ്റെ അടുത്ത്. അത് ചരിത്രമാണ് സൂയസ് കനാൽ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ USന് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കാനുള്ള ഒരു തൻ്റെ ഇടം, എവിടെ ഉപരോധം നടത്താൻ നിങ്ങൾ ആര് എന്ന് ചോദിച്ചുകൊണ്ട് നടത്തുന്ന അന്ന് മുതലുണ്ട്. പിന്നീട് വരുന്നത് എണ്ണയുടെ പ്രശ്നമാണ്. ലോകത്ത് ഉണ്ടായിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നതൊരു വലിയ സമ്പത്താണ്. എണ്ണ എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ, ആൾട്ടർനേറ്റീവുകൾ, ബദലുകൾ, എങ്ങനെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തുകൊണ്ട് അറ്റോമിക് എനർജി മുതൽ ഇങ്ങോട്ടുള്ളത് സിവിലിയൻ പർപ്പസസിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത്. ആ രംഗത്ത് ഇന്ത്യയെ വന്ധ്യംകരിക്കുന്ന, കൃത്യമായിട്ട് ഞാൻ പറയണം, വന്ധ്യംകരിക്കുകയും സ്വകാര്യ മുതലാളിത്തത്തിന് വേണ്ടി എന്ത് പണി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മാന്യമായ ഭാഷയിൽ പറയാൻ പറ്റില്ല. ആ തരത്തിൽ ഇന്ത്യൻ ഭരണവ്യവസ്ഥയെ അശ്ലീലവൽക്കരിക്കുന്നതന്നെ പറയുന്നത്, അശ്ലീലവൽക്കരിക്കുകയും ചെയ്ത ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ന്യൂക്ലിയർ ട്രീറ്റി ഉണ്ടാകുന്നു, സൗരോർജത്തിൻ്റെ എന്ന് വെച്ചാൽ വളരെ പച്ചയായിട്ടുള്ളൊരു കീഴടങ്ങലിലാണ്. നമ്മളെ വന്ധ്യംകരിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഉൽപ്പാദന വന്ധ്യംകരണത്തിൻ്റെ ഒരു ട്രീറ്റിൽ ഒപ്പുവയ്ക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിച്ചു. അതിനെ ചുമന്നുകൊണ്ട് സൗരോർജ വക്താക്കളായിട്ട് ഇവിടെ വന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പറ്റി ആലോചിച്ച് നോക്കും. അവർ കേരളീയരാണെന്ന് പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കണം. കേരളത്തിൻ്റെ മണ്ണിൽ വളർന്നവരാണെന്ന് പറയുമ്പോൾ ലജ്ജിക്കണം. അല്ലെങ്കിൽ ഈ RVD മേനോൻ എന്നൊക്കെ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ ബുദ്ധി മെനയുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റവരൊക്കെ അതിൻ്റെ പിന്നാലെ കൂടി നിന്ന് കൂകുന്നവരാണ്. അങ്ങേര് പകൽ വെളിച്ച് ഇറങ്ങിയെന്ന് പറയാമോ ഈ കരാറ് ശരിയായ കരാറാണെന്ന്? അയാൾ വേണമെങ്കിൽ പറയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിദഗ്ധരാണ്, നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അമേരിക്കയിൽ ഇത് ഉണ്ടാക്കിയാൽ ശരിയാകും. പക്ഷേ അതിൻ്റെ ദുരന്തങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ സരിതയുടെയൊക്കെ പ്രശ്നം വരുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അത് ഇങ്ങനെ ഊർജ രംഗം സ്തംഭിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മുടേതല്ലാതാക്കി മാറ്റിക്കഴിഞ്ഞാൽ രാജ്യം പകുതി നമ്മുടേതല്ലാതായി തീരും. അതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിൻ്റെ എക്കോണമി എന്ന് പറയുന്നതാണ്. ഒരു രാജ്യം ചലിക്കുന്നത് അതിൻ്റെ ഊർജം കൊണ്ടാണ്. ആ ഊർജത്തിലൊരു ഉപരോധം നിങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ ചില വ്യവസ്ഥകൾ നിങ്ങൾ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേരിൽ നിങ്ങൾ വലിയ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം മരിക്കുകയാണ്. അങ്ങനെ ആ മരണ വാറണ്ടുകളിൽ, ഒരൊത്തിരി മരണ വാറണ്ടുകളിൽ നമ്മുടെ രാജ്യം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഓർക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ വലതുപക്ഷമോ അല്ലെങ്കിൽ നിഷ്പക്ഷമോ ആയിട്ട് വരുന്ന നമ്മുടെ എക്കണോമിസ്റ്റുകളോട് എനിക്ക് വിനയപൂർവ്വം ചോദിക്കാനുള്ളതാണ്, നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഊർജ്ജവന്ധ്യംകരണത്തിൽ അതാണ് ലാഭകരം എന്ന് കണ്ടുകൊണ്ട് ഈ തരത്തിലുള്ള കരാറുകളിലൂടെ ഈ ചില്ലറ കൈപ്പറ്റിയിട്ട് നമ്മുടെ രാജ്യത്തെ അടിയറ വെച്ച ഈ നിലപാടിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ടാമത് വരുന്നൊരു പ്രശ്നം, നമ്മളീ പറയുന്നുണ്ട്, നമ്മൾ ഒരു ഭാഗത്ത് ഊർജത്തെ വന്ധ്യംകരിച്ചു കൊള്ളാം എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളുടെ കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് ഊർജത്തിൻ്റെ ഉൽപ്പാദനം മാത്രമല്ല, ഉൽപ്പാദന മേഖലയിൽ പൊതുമേഖലാ തലത്തിൽ യാതൊരു സംരംഭവും ഉണ്ടാകുകയില്ല എന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞു തുടങ്ങി. 1995 മുതൽ നമ്മളുണ്ടാക്കിയ എല്ലാ കരാറുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് എണ്ണ വേണ്ട, എണ്ണയുടെ ഉൽപ്പാദനം വേണ്ട, നമുക്ക് ജലവൈദ്യുതശാലകൾ വേണ്ട, അങ്ങനെയുള്ള വൻകിട ഉൽപ്പാദനങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് വേണ്ട. നമ്മൾ ഇന്ത്യൻ റെയിൽവേയും BSNLനെയും കൂടെ സമ്പൂർണ്ണമായിട്ട് എങ്ങനെ വിൽക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് മോഡി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ടെസ്റ്റുകൾ ആർക്ക് അംബാനിക്കോ ടാറ്റയ്ക്ക് വിൽക്കാമെന്ന് പറയുന്നത് പോലെ, ടെസ്റ്റ് നടത്താനുള്ള അവകാശം ടാറ്റയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് പോലെ, ഇതെല്ലാം
ഇന്ത്യക്കാരുടെ ശരീരവും കൂടി അവസാനം ടാറ്റായ്ക്കോ അല്ലെങ്കിൽ മുതലാളിമാർക്കോ വിട്ടുകൊടുക്കാം, ശരീരരക്ഷ ചുമതല കൂടി അവർക്ക് വിട്ടുകൊടുക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേസമയം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കാശ് ചിലവാക്കി ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു ഭാഗത്ത് നമ്മൾ നമ്മുടെ ഊർജ്ജശക്തിയെ നമ്മൾ തള്ളിക്കളയുകയാണ്. നമുക്ക് ഊർജ്ജോൽപാദനം വേണ്ട എന്ന് പറയും. ഊർജ്ജോൽപാദനം വേണ്ട എന്ന് പറഞ്ഞിട്ട് കാശ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെതിരെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുമ്പോഴത്തേക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് യാതൊരു പരാതിയില്ല. പക്ഷേ അപ്പോഴുണ്ട് പാറമടകൾക്കെതിരെ സമരം വരുന്നുണ്ട്. ഇപ്പം തന്നെ ഈട്ടിത്തടി വെട്ടിക്കൊണ്ടുപോകുന്നു. വനം കൊള്ള എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പത്ത് കൊള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. മണൽ കടത്തുന്നു, മണൽ മാഫിയ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ സിമെൻറ്റിൻ്റെ കാര്യമുണ്ട്. ഞാനത് ചോദിക്കട്ടെ, നിങ്ങൾ 1995 മുതൽ കിഫ്ബി വരുമ്പോൾ കിഫ്ബിയുടെ അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടെന്ന് എഴുതി വയ്ക്കുന്നു. പിന്നീട് വരുന്ന എല്ലാ MP ഫണ്ടിലും MLA ഫണ്ടിലും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറാണ് വേണ്ടത്, അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് വേണ്ടതെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഹൈടെക്കാണ് എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നിയമസഭാ കെട്ടിടം അതുണ്ടാക്കാൻ എത്ര പാറമട വേണ്ടി വരും? എല്ലാവരും ഇരുന്നരുളുന്ന ആ മഹത്തായ നിയമസഭാ മന്ദിരം ഉണ്ടല്ലോ, സാധാരണ നിയമസഭാ മന്ദിരം പോരാ നമ്മുടെ ആൾക്ക് ഇരിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വലിയ ഹ്യൂജായിട്ടുള്ള നിയമസഭാ മന്ദിരം കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതോ പത്രത്തിൽ കിടക്കുന്നതായിട്ട് മന്ത്രിമന്ദിരങ്ങളൊക്കെ ചോർന്നൊലിക്കുന്നു. പക്ഷേ ഇത് അതൊക്കെ നന്നാക്കുകയാണെങ്കിൽ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാകും. കോടിക്കണക്കില്ലാതെ മന്ത്രിയുടെ മന്ദിരമാകുമ്പോൾ റിപ്പയർ ചെയ്യാകില്ല. ചോരയാണെങ്കിൽ ചോരുന്ന ഭാഗം അടച്ചാൽ മതി, അല്ലാതെ എല്ലായിടവും അങ്ങ് ചോരില്ലല്ലോ. മന്ദിരങ്ങൾ എവിടെയെങ്കിലും ചോരുന്ന ഇത്രയും കാലമായിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി വർഷം തോറും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ദിരങ്ങൾ ചോരുന്നെങ്കിൽ അത് ആരുടെ തകരാറാണ്? അതിനുവേണ്ടി ഈ പണം ദുർവ്യയം ചെയ്തവനെ ഈ ശരിക്ക് ബുക്ക് ചെയ്യണം, അതാണ് വേണ്ടത്. മന്ദിരങ്ങളൊക്കെ ചോർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ പായൊക്കെ വിരിച്ച് മന്ത്രിമാരൊക്കെ ഈ കട്ടിലിൻ്റെ അടിയിലാണ് കിടക്കുന്നതെന്നുള്ള മട്ടിലാണ് റിപ്പോർട്ട് വരുന്നത്. അതായത് ഈ റിപ്പയറിന് ഒരുപാട് കോടികൾ ചിലവായാൽ അത് മന്ത്രിമന്ദിരം മിനുക്കാനായിട്ട് ആർഭാടം കാണിക്കാൻ ചിലവ് വരുമെന്ന് പറഞ്ഞ് ഭയന്ന് മന്ത്രിമാരൊക്കെ ആ ചോർച്ചയിൽ വീട്ടിനകത്ത് കുടയും പിടിച്ചാണ് ഇരിക്കുന്നതെന്ന മട്ടിലാണ് പത്ര റിപ്പോർട്ട് വരുന്നത്. ഇതൊക്കെ എന്തൊക്കെയാണ് ഈ നാടകങ്ങൾ? മന്ത്രിമന്ദിരത്തിൽ ചോർച്ച വരികയാണെങ്കിൽ ചോർച്ച വരുന്ന ഭാഗം അടയ്ക്കുക, അവിടെ അത്യാവശ്യം തൂത്ത് വൃത്തിയാക്കി എടുക്കുക. ഒരു മന്ത്രിമന്ദിരത്തിൽ ഇത്രയും വലിയ ആർഭാടം, ഈ മന്ത്രിമന്ദിരങ്ങളെന്ന് പറയുന്നത് തന്നെ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയായിട്ട് കൊണ്ട് EMS പറഞ്ഞ പോലെ അവസ്ഥയായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് ആർഭാടങ്ങളാണ് മന്ത്രിമന്ദിരങ്ങൾ. അവർക്ക് മന്ത്രിമാരുടെ ഓഫീസുണ്ട്, ഓഫീസിൽ താമസിക്കാൻ, പിന്നെ കുടുംബത്തിന് താമസിക്കണമെങ്കിൽ എവിടെയെങ്കിലും വാടകയ്ക്ക് ഒരു വീട് എടുത്ത് കൊടുത്തുകൊണ്ട് അച്ഛതായിരുന്ന കുറേ ആളങ്ങനെയൊക്കെ ആയിരുന്നില്ലേ. സാധാരണക്കാർക്ക് ഒരു വീടെടുക്കാനുണ്ട്, വാടക കൊടുത്താൽ മതി ഗവൺമെൻറ്. അതിന് പകരം ഇത്രയും വലിയ ചിലവൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ മന്ദിരങ്ങളൊക്കെ പറഞ്ഞില്ലേ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞില്ലേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വാസയോഗ്യമായിട്ടുള്ള വീടുകൾ കണ്ടെത്തി ചെറിയ വാടകയ്ക്ക് മന്ത്രിമാരുടെ കുടുംബത്തിന്, മന്ത്രിമാർ തിരുവനന്തപുരത്തായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അതിന് ഈ തരത്തിൽ മന്ത്രിമാരൊക്കെ കഷ്ടപ്പെടുകയാണ്, കുടയും പിടിച്ച് വീട്ടിനകത്ത് ഇരിക്കുകയാണെന്നുള്ള മട്ടിലൊക്കെ കുറേ പത്ര റിപ്പോർട്ടുകൾ. അതുപോട്ടെ, ഞാനതല്ല പറയുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. നിങ്ങളൊരു ഭാഗത്ത് പറയുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്, എല്ലായിടും എഴുതി കൊട്ടിഘോഷിക്കുകയാണ്. MP ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, MLA ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, 40% ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചർ, എല്ലായിടും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇൻഫ്രാസ്ട്രക്ചർ. പാറമട ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കും? ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കും. പാറമട ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? മണൽ ഊറ്റാതെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും ഇതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊന്ന് വരുത്തുമോ മണൽ? അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വരുത്തും? മണൽ വരുത്തുന്നതിന് ഉണ്ട്, ഏജൻസിയിലൂടെ ഉണ്ട്, ഊരാളുങ്കലുണ്ട്, ഇതെല്ലാം ചെയ്യാൻ ശേഷിയുള്ള ഊരാളുങ്കലും ഉണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ എവിടെയെങ്കിലും പാറമട പൊട്ടിച്ചേ പറ്റൂ, പാറ ഉണ്ടെങ്കിലേ അടിസ്ഥാനം കെട്ടാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന് പകരം നമ്മൾ വേറെ മെറ്റീരിയൽ
എത്താത്തിടത്തോളം കാലം നിങ്ങൾ ഈ തരത്തിൽ വൻകിടയായിട്ടുള്ള ഈ പറഞ്ഞില്ലേ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്ഥലവിസ്തൃതിയിലെ വലിയൊരു ഭാഗം കവർന്നെടുക്കുകയാണ്. മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൂടി വിനിയോഗിക്കേണ്ടുന്ന വലിയൊരു ഭാഗം കവർന്നെടുത്ത് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ ചില സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റൊക്കെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വരുന്ന കാലത്ത് കിട്ടിയിട്ട് ഇപ്പോൾ അവിടെ ഈ പറഞ്ഞില്ല അവിടെ എലിയും മൂഷികനും ഒക്കെയാണ് താമസിക്കുന്ന കുട്ടികളൊന്നുമില്ല. അങ്ങനെയുള്ള അല്ലെങ്കിലും കോളേജുകളിലൊന്നും കുട്ടികളില്ല. അങ്ങനെയുള്ള ഒരു സൽഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ വരുന്നൊരു പ്രകടമായ വൈരുദ്ധ്യം എന്ന് പറയുന്നത്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ മുഴുവൻ സംഭവം ഇങ്ങനെ കൊടുക്കുന്നു, നമ്മൾ ജലവൈദ്യുത പദ്ധതി ഉപരോധിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ പാറമട ഉടമകൾക്കെതിരെ സമരം, പിന്നെ അവരുമായിട്ട് ഒത്തുതീർപ്പ്. പാറമട ഇല്ലാതെ ഇവിടെ നിയമസഭാ മന്ദിരം ഉണ്ടായില്ലായിരുന്നു. നിങ്ങൾ ഒരു ഇൻഫ്രാസ്ട്രക്ചറും പാറമട പൊട്ടിക്കാതെ നടക്കുകയില്ല, മണലൂറ്റാതെ നടക്കുകയില്ല. നിങ്ങൾ ഈ പറയുന്ന പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങൾ പരിസ്ഥിതിയുടെ പേരിലാണ് നിങ്ങൾ ജലവൈദ്യുതി തടഞ്ഞു വെച്ചത്. പരിസ്ഥിതിയുടെ പേരിലാണ് ഇവിടെ പല ഉത്പാദന പദ്ധതികൾ നിങ്ങൾ തടഞ്ഞു വെച്ചത്. പക്ഷേ നിങ്ങളുടെ പരിസ്ഥിതി എന്ന് പറയുന്ന അവസാനം പാറമടയുമായിട്ട് ഒത്തുതീർപ്പിലെത്തുന്നു, പാറമട പൊട്ടിക്കാമെന്ന് സമ്മതിക്കുന്നു. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ പണം തള്ളിക്കയറി വരെയാണ്. അതായത് നമ്മുടെ ഉൽപ്പാദന പദ്ധതികളെ ഒറ്റുകൊടുത്തതിനുള്ള കൈക്കൂലിയാണ് പല തരത്തിലിവിടെ പണമായിട്ട് തള്ളിക്കയറി വരുന്നത്. ആ പണം തള്ളിക്കയറി വരുമ്പോൾ നിങ്ങൾ മണലൂറ്റുന്നു, നിങ്ങൾ പാറമട പൊട്ടിക്കുന്നു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ വനം കൊള്ള ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു 10 വർഷക്കാലം അല്ലെങ്കിൽ ഒരു 15 വർഷക്കാലത്തിനിടയ്ക്ക് ഈ ചില വലിയ മുതലാളിമാരുടെ വീടുകളിലൊക്കെ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വലിയ ശതമാനം ടിമ്പർ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണും, തടി ഉപയോഗിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സാധാരണക്കാരുടെ വീടുകളിൽ സിമെൻറ്റും ഇതും കൊണ്ട് ഉള്ള കോൺക്രീറ്റ് വീടുകളൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ളത്. ഇടയ്ക്ക് ലോ കോസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു സ്കീം വന്നിരുന്നു. അവസാനം ആ ലോ കോസ്റ്റ് ഹൈ കോസ്റ്റായിട്ട് മാറിയപ്പോഴത്തേക്ക് അത് തമ്മിൽ വ്യത്യാസമില്ലാതായി മാറി. ബേക്കർ സാഹിബിൻ്റെ തിയറിയൊക്കെ പോയി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ തരത്തിൽ ടിമ്പർ അല്ലെങ്കിൽ തടി അതും പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നില്ലേ. നിങ്ങൾക്ക് പാറമടയ്ക്കെതിരെ സമരം ചെയ്യുന്ന ഒരു ജനങ്ങൾക്ക് മുഴുവൻ ഉപദ്രവമാണ്, അവർക്ക് കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു, സംഭവം നടക്കുന്നു. മണലൂറ്റിനെതിരെ സമരം നടക്കുന്നു, മണലൂറ്റിക്കൊണ്ടേയിരിക്കുന്നു, അതൊരു ഭാഗത്തൂടെ നടക്കുന്നു, അതിൻ്റേതായ മാഫിയമുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞില്ലേ, നമ്മുടെ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ. അതാണ് ഞാൻ പറഞ്ഞത്, കുറേ എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ പടർപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിന് എത്ര ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് എത്ര പാറമട വേണ്ടി വരുമെന്നും എത്ര ടൺ മണൽ വേണ്ടി വരുമെന്നൊക്കെ നമ്മളൊന്ന് കണക്കാക്കി നോക്കണം. അതുപോലെ ഉള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതായത് ആൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ സൗകര്യങ്ങൾ എന്നുള്ള തരത്തിൽ വളരെ വിസ്തൃതമായിട്ട് ആർഭാടപൂർണ്ണമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളും സൗകര്യങ്ങളും ആർഭാടപൂർണ്ണമായ സഞ്ചാര സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പാറ പൊട്ടിക്കേണ്ടി വരും. ഇപ്പോൾ റെയിലിന് പാറ പൊട്ടിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, പാറ പൊട്ടിക്കേണ്ടത് ആവശ്യത്തിന് പാറ പൊട്ടിക്കേണ്ടി വരും. പക്ഷേ വെൻ ഇറ്റ് ഈസ് ഇൻ എക്സസ്, അതാണ് പ്രശ്നം. ഒരു ഭാഗത്ത് നിങ്ങൾ ജലവൈദ്യുതി പദ്ധതി പാടില്ല, കാരണം പരിസ്ഥിതി. പക്ഷേ ഈ കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ബഡ്ജറ്റ് നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ എക്സസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഫണ്ട് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. അല്ലെങ്കിൽ അത് എല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിങ്ങളുടെ അല്ലാതെയുള്ള എല്ലാ സംരംഭങ്ങൾക്കും അവിടെ ഓരോ ഉദ്ഘാടനത്തിന് ഇതുവരെ കാണ്ടസുകാർ ശരീരത്തെ തൊട്ടിട്ടില്ലാത്ത മനുഷ്യൻ തന്നെ ചെല്ലണം എന്നുള്ള കാര്യം ഈ കാലത്ത് നമുക്ക് നിർബന്ധമാണ്. എന്നുവെച്ചാൽ അത്ര പവിത്രമായ ശരീരമാണ്.
അതുകൊണ്ട് അത്ര പവിത്രമായ ശരീരമുള്ള അദ്ദേഹം തന്നെ ഉദ്ഘാടകനായിട്ട് വരണം. പണ്ട് നമ്മൾ ബ്രാഹ്മണന്മാരെ കൊണ്ട് ഈ ഇതിൻ്റെ ഈ ക്ഷേത്രങ്ങളുടെ പൂജ നടത്തുന്നത് പോലെ അകാണ്ടസുകാർ ഇതുവരെ കൈവയ്ക്കാത്ത ഒരു ശരീരമേ ഇന്ന് കേരളത്തിലുള്ളൂ. ആ ശരീരത്തിനെ കൊണ്ട് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുള്ള നിർബന്ധമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളും നമ്മൾ പണിതിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്തുമാത്രം പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് പറഞ്ഞാൽ കെട്ടിയിട്ട് നമ്മളെ ഈ ഇടിഞ്ഞു വീഴാറായ പള്ളിക്കൂടങ്ങളിൽ ഇരിക്കാനുള്ള കുട്ടികൾക്ക് പോലും അവിടെ എത്താൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഒരുള്ളൊരു കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഈ പരിസ്ഥിതിവാദികൾ വളരെ തന്ത്രപൂർവ്വം കൗശലപൂർവ്വം അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഫണ്ടിങ്ങിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ജലവൈദ്യുത പദ്ധതിക്ക്, അത് നർമ്മദാ ബിച്ചാവോ ആന്തോളൻ അത് ഒരു ഭാഗത്ത് കിടക്കുന്നു, ഇവിടെ സൈലൻറ്റ് വാലിക്കെതിരെ ആതിരപ്പള്ളിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭം നടത്തുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാറമടകളെല്ലാം നന്നായിട്ട് നിങ്ങൾ വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഇടനില പണം കിട്ടുന്നുണ്ട്, മണൽ നന്നായിട്ട് ഊറ്റുന്നുണ്ട്, നമ്മുടെ തടാകങ്ങളുടെ സുരക്ഷിതത്വമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് പാരിസ്ഥിതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഉണ്ടാകാം. അത്യാവശ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അതായത് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതിന് പ്രകൃതിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പകരം നിങ്ങൾ നടത്തുന്ന ഈ ബ്ലൈൻഡായിട്ടുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികൾക്ക് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന ഈ പരിസ്ഥിതി എന്ന് പറയുന്നതിനെ തുരങ്കം വയ്ക്കുന്ന ഒരു പ്രവർത്തനം നിർലോഭം നടന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒബ്ജക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരാണ് ഇത് കൊണ്ടുവന്നത്. ഈ പറഞ്ഞ ഈ ഇതുണ്ടല്ലോ, ഈ ജനകീയാസൂത്രണം എന്ന് പറയുന്ന ഈ സംഭവം NHG SHG വഴി ഉള്ള ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവന്നിട്ട് വൻകിട ഉൽപ്പാദനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞൊരു തീസിസ് ഉള്ളൊരു സാധനം കൊണ്ടുവന്നിട്ട് അതിവിടെ നടപ്പിലാക്കാനായിട്ട് അതിൻ്റെ ഏജൻറ്റന്മാരായിട്ട് വന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ആ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു അജണ്ട അവർ നടപ്പിലാക്കുന്നൊരു പദ്ധതിയിൽ, അതായത് പണം മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കണം എന്ന ഒരു വ്യവസ്ഥ വരുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി പാറമട വിളിക്കണമെന്നും അതിനുവേണ്ടി മണലൂറ്റണമെന്നുള്ള കാര്യം എന്തുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് അറിഞ്ഞുകൂടാ? ശാസ്ത്ര സാഹിത്യ പരിഷത്തായിരുന്നല്ലോ ഇതിൻ്റെ നടത്തിപ്പുകാർ. ഇപ്പോഴും നടത്തിപ്പുകാർ CDSൻ്റെ നടത്തിപ്പുകാർ ഇപ്പോഴും ശാസ്ത്ര സാഹിത്യ പരിഷത്താണല്ലോ. ADSൻ്റെ നടത്തിപ്പുകാർ ഇപ്പോഴും ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരാണ്. അല്ല എന്ന് പറയില്ലല്ലോ, നിങ്ങളാണല്ലോ ഇതിൻ്റെ നടത്തിപ്പുകാർ. CDSും ADSും കടത്തിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഒരു അധികാര വികേന്ദ്രീകരണം എന്നൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി പ്രകാരമുള്ള എല്ലാ പദ്ധതികളിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ പാറമട പൊട്ടിക്കാതെ നടത്താൻ പറ്റുമെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പറയണം. നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്താണല്ലോ, അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രകടമായൊരു വൈരുദ്ധ്യമാണ്. എന്താണ്? നമ്മളൊരു ഉൽപ്പാദന പ്രവർത്തനത്തിലാണ് ഏർപ്പെടുന്നതെങ്കിൽ അത് പാരിസ്ഥിതികമായിട്ട് വലിയ ആഘാതമേൽപ്പിക്കില്ല. നമ്മളിപ്പോൾ ഗോളിയർ റയോഡസിൻ്റെയൊക്കെ കാര്യം പറയുന്നുണ്ട്, പല ഫാക്ടറികളുടെയും കാര്യം പറയുന്നുണ്ട്, പൊല്യൂഷൻ്റെ കാര്യം പറയുന്നുണ്ട്, ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട്. പൊല്യൂഷൻ കൃത്യമായി ഇല്ലാതെ ഇപ്പോൾ ഇവിടുത്തെ ചവറയിലെ പ്രശ്നം തന്നെ ഉണ്ട്. പ്രശ്നം എന്താണ്? പൊല്യൂഷന് വേണ്ടി വിനിയോഗിക്കേണ്ടുന്ന പണം അവർ വിനിയോഗിക്കുന്നില്ല, അതും കൂടി ലാഭപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ മാലിന്യം, വീട്ടിന് ചുറ്റും മാലിന്യം അത് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചിലവ് വരുമെന്നുള്ളത് കൊണ്ട് അത് ചെയ്യാതിരുന്നിട്ട് അതുകൊണ്ട് നമുക്ക് വീട് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുമോ? വീട് നമുക്ക് വേണം, വീട് വൃത്തിയായിരിക്കണം. അപ്പോൾ ഉൽപ്പാദന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് റിട്ടേൺസ് ഉണ്ടാവും. നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുകയും പ്രകൃതിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒന്നാണ് ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറയുന്നത്. അതിൽ വേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ വേസ്റ്റ് ഉണ്ടാകും. അത് ഏകപക്ഷീയമായിട്ട് തടി വെട്ടിക്കൊണ്ട് പോകുന്നത് പോലെ അല്ല. ഉൽപ്പാദന പ്രവർത്തനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായിട്ട് തടി വെട്ടിക്കൊണ്ട് പോകുന്നത് പോലെ അല്ല. ആ തടി വെട്ടിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്.
തടി വെട്ടി കൊണ്ടുപോകുമ്പോൾ എത്ര കോടികളുടെ സമ്പത്താണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ഉപരോധിച്ചാൽ, ആ തടിവെട്ട് ഉപരോധിച്ച് അത് തടി വെട്ടുന്നെങ്കിൽ ഗവൺമെൻറ്റിന് അതുകൊണ്ട് നേട്ടമുണ്ടാകാത്ത രീതിയിൽ തടി വെട്ടുകയും തൈകൾ നട്ട് പിടിപ്പിക്കേണ്ടടുത്ത് തൈകൾ നട്ട് പിടിപ്പിക്കുകയും അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന 3 ലക്ഷം കോടിയുടെ കടമൊന്നും ഒരു കടമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഉണ്ട്. ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് പരിസ്ഥിതിയെ പോസിറ്റീവായിട്ട് സംരക്ഷിക്കാൻ പറ്റില്ല. പരിസ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഇടപെടലാണ്. മനുഷ്യൻ പ്രകൃതിയിന്മേൽ നടത്തുന്ന ഒരു ഇടപെടലാണ്. ആ ഇടപെടലിലൂടെ മനുഷ്യന് ചിലത് ഇങ്ങോട്ട് എടുക്കുകയും അങ്ങോട്ട് കൊടുക്കുകയും അതിൽ നിന്ന് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുകയും ചെയ്യും. അതാണ് അതിൻ്റെ രീതി, ഉൽപ്പാദനത്തിൻ്റെ രീതി. ഏത് ഉൽപ്പാദനത്തിനും കുറച്ച് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകും. പിന്നെ ഈ വേസ്റ്റ് പ്രോഡക്ട്സ് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിനെ പറ്റി നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ആലോചിക്കുക. അതാണ് ഉൽപ്പാദനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ഹൈ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആ കേന്ദ്രങ്ങൾ എന്ത് ചെയ്യുന്നു? അതിനുള്ള പണം ഉപയോഗിക്കാതെ, പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള പണം ഉപയോഗിക്കാതെ അതും കൂടെ ലാഭത്തിൽ കുന്നുകൂട്ടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണല്ല. അത് ഒരു ഉൽപ്പാദന പ്രവർത്തനത്തിൻ്റെ തകരാറില്ല. ഉൽപ്പാദന പ്രവർത്തനത്തിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് പരിസ്ഥിതിയെ നിലനിർത്താൻ പറ്റൂ. പരിസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ ബിറ്റ്വീൻ ദി എക്കോസിസ്റ്റം ആൻഡ് മാൻ. അത് തമ്മിലുള്ള സമതുലനത്തിനാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. അല്ല, പരിസ്ഥിതി എന്ന് പറയുന്നത് യാന്ത്രികമായൊരിതല്ല. ഒരു എക്കോസിസ്റ്റം ഉണ്ട്, അതിനെ പൂജിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. ഹൗ ടു ഇൻറ്ററാക്ട് വിത്ത് ദി എക്കോസിസ്റ്റം ആൻഡ് ഹൗ ടു ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് എക്കോസിസ്റ്റം ഇൻ എ ക്രിയേറ്റീവ് മാനർ. ആൻഡ് ദർ ഷുഡ് ബി പ്രൊഡക്ഷൻ ഫോർ ഇറ്റ്. ദർ ഇസ് നോ അതർ മീൻസ്. പ്രൊഡക്ഷൻ അല്ലാതെ വേറെ യാതൊരു മാർഗവും അതിനില്ല. ആൻഡ് ഇഫ് യു വോണ്ട് ടു പ്രൊട്ടക്ട് വാട്ട് യു കോൾ എൻവയോൺമെൻറ്റ്, നിങ്ങൾ പറയുന്നതിന്, നിങ്ങൾക്ക് ഈ പരിസ്ഥിതിവാദികൾക്ക് പരിസ്ഥിതിയുടെ അർത്ഥം അറിഞ്ഞൂടെ, എക്കോസിസ്റ്റത്തിൻ്റെ അർത്ഥം അറിഞ്ഞൂടെ. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ കിടപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഈ ദത്തമായിട്ട് കിട്ടുന്ന പ്രകൃതിയുടേതായിട്ടുള്ള ആ വിഭവങ്ങളുടേതായിട്ടുള്ള ഒരു പാറ്റേൺ, അതിൻ്റെ എല്ലാം കൂടെ ഒരു വ്യവസ്ഥയ്ക്കാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ജലമുണ്ട്, അതിൽ പാറയുണ്ട്, അതിൽ കുന്നുണ്ട്, അതിൻ്റേതായ കിടപ്പുണ്ട്, കിടപ്പിൻ്റെ രീതികളുണ്ട്. ആ കിടപ്പിൻ്റെ രീതികളൊന്നും അങ്ങനെ തന്നെ കിടന്നുകൊള്ളൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പ്രകൃതിക്ക് വലിയ വിരോധമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പ്രകൃതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പുള്ള ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുക. എത്ര പ്രളയങ്ങളുണ്ടായിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് സജ്ജമാകാത്ത ഈ ഡാംസൊക്കെ വരുന്നതിന് മുമ്പ്, പണ്ടിപ്പോൾ ശ്രീകൃഷ്ണൻ്റെയും ബല്ലാവിൻ്റെയും കാലത്തൊക്കെ ഡാമിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പ്രാക്തന ചരിത്രത്തിൽ തന്നെ ഉണ്ട്. കൃഷി തുടങ്ങുമ്പോഴത്തേക്ക് തുടങ്ങുന്നുണ്ട് ഒരു ഇൻട്രാക്ഷൻ, മനുഷ്യനും ഭൂമിയായിട്ടുള്ള ഇൻട്രാക്ഷൻ തുടങ്ങുന്ന കാലം മുതലേ തുടങ്ങുന്നുണ്ട്. പ്രൊഡക്ഷൻ തുടങ്ങുന്ന കാലം മുതലേ ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. ആ ഇൻട്രാക്ഷനിൽ നിന്നാണ് ഈ എക്കോസിസ്റ്റത്തിൽ റെവല്യൂഷനൈസ് ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പുതിയൊരു സെക്കൻഡറി വേൾഡ് നമ്മൾ ഫോം ചെയ്തത്. ആ സെക്കൻഡറി വേൾഡ് ഈസ് ബെറ്റർ ആൻഡ് മോർ സെക്യൂർ ദാൻ ദി പ്രിമിറ്റീവ് വൺ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറ്റേത് മനുഷ്യൻ മഴയെ പേടിച്ചും വെള്ളപ്പൊക്കത്തെ പേടിച്ചും അല്ലെങ്കിൽ ഉരുൾപൊട്ടലിനെ പേടിച്ചും പെട്ടെന്നുണ്ടാകുന്ന ഒരുപാട് പ്രകൃതിപരമായ ആഘാതങ്ങളെ പേടിച്ചും നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പുരാണങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി, ബൈബിളെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. എങ്ങനെയാണ് പ്രളയങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ആലിലയിൽ മറ്റേ അങ്ങേര് കൊമ്പത്ത് കയറിയിരുന്നുണ്ട് ഒരാൾ വന്നെന്ന് പറയുന്നതും, കാക്ക വെള്ളം ഇറങ്ങിയെന്ന് നോക്കാൻ പോയെന്ന് പറയുന്നതൊക്കെ പറയുന്നുണ്ട്. ഇത് ഇവിടെ ആളുകൾ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടല്ല ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഡാം കെട്ടിയിട്ടല്ല വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ വലിയ തോതിൽ പ്രതിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി നാശങ്ങൾ, അതായത് ഇടയ്ക്ക് തന്നെ പറഞ്ഞില്ല, നമ്മൾ സൗത്ത് അമേരിക്കയിൽ ഒരു തടാകത്തിൽ അതിനകത്ത് അത് പോയിസണസ് ആയിട്ടുള്ള ഇതാണ്. അത് സ്വാഭാവികമായിട്ട് വന്നതാണ്, എവിടെ നിന്നോ ഊറി വരുന്നതാണ്. ആ തടാകത്തിൽ വിഷം വന്ന് നിറഞ്ഞ് ആ ജലം ഒരുപാട് പേരെ കൊന്നു എന്ന് നമ്മൾ വാർത്ത കണ്ടു. അത് ഏതിൻ്റെയെങ്കിലും ഒരു ഫാക്ടറി അടുത്തുണ്ടായിരുന്നതല്ല, കാട്ടിലെ തടാകമാണ്. കാട്ടിലെ തടാകത്തിൽ വിഷം വന്ന് നിറഞ്ഞു. അത് വിഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്കോ സിസ്റ്റത്തിൽ തന്നെ ഉണ്ട് വിഷം. വിഷമെന്ന് പറയുന്നത് പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കെമിസ്ട്രി പഠിക്കുന്നവർക്ക് അറിയാം. ഈ
ഇറ്റ് ഈസ് നോട്ട് മാൻ മെയ്ഡ് തിങ്. മനുഷ്യനുണ്ടാക്കുന്ന ഒരു സാധനമല്ല. ഈ മനുഷ്യൻ ഉൾപ്പെടെയുള്ളതെന്ന് പറയുന്നത് ഒരു കെമിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ ആ കെമിസ്ട്രിയിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ഈ വിഷം ഒഴിവാക്കാം, ഒരു വിഷക്കനിയാണ് ഇതെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തിന്നരുത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ കനിയിൽ വിഷമുണ്ടായിരുന്നു. അവിടെ പൊല്യൂഷൻ ഇല്ലേ? പൊല്യൂഷനുണ്ട്. അപ്പോൾ ആ പൊല്യൂഷൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണ്. ഒരു വിഷക്കനി ഇത് തിന്നരുത് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉതളങ്ങ തിന്നരുത് എന്ന് പറയുമ്പോൾ നമ്മളൊരു പൊല്യൂഷനെ ഒഴിവാക്കുകയാണ്. തിന്നു കഴിഞ്ഞാൽ അത് ആപൽക്കരമാണ്, അത്രേ ഉള്ളൂ. അത് പണ്ട് മുതലേ എക്കോ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. ഈ വിഷമെന്ന് പറയുന്നതും ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള കണ്ടൻ്റ് എന്ന് പറയുന്നതും ഭൂമിയിൽ തന്നെ അടങ്ങിക്കിടക്കുന്നതാണ്. അല്ല മനുഷ്യ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുന്നതല്ല. ഈ പൊല്യൂഷൻ കണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൊല്യൂഷൻ കണ്ടൻറ്റിനെ ഇൻറ്ററാക്ഷനിലൂടെ എന്ത് ചെയ്യുക, അതിനെ ഒരു തരത്തിലൊരു സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിന് വിധേയമാക്കി ഒതുക്കിയെടുക്കുക, അതിനെ അതല്ലാതാക്കി മാറ്റുക, പ്രയോജനപ്പെടുക. അത് ഉൽപ്പാദന പ്രവർത്തനം ഉണ്ടെങ്കിൽ നടക്കൂ. ഉൽപ്പാദന പ്രവർത്തനം ഇല്ലാതെ നിങ്ങൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ, വൺ വേ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്ന, റിട്ടേൺസ് ഇല്ലാതെ വൺ വേ ഇൻഫ്രാസ്ട്രക്ചർ നടത്തുന്നത്, നിങ്ങൾ പാറകൾ പൊട്ടിക്കുകയും നിങ്ങൾ പറഞ്ഞില്ലേ പാറമടകൾ ഇല്ലാതാക്കുകയും നിങ്ങൾ ജലാശയങ്ങൾ ഇല്ലാതാക്കുകയും മാത്രമേ നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ചെയ്യുന്നുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചറിലൂടെ നിങ്ങൾക്ക് പരിസ്ഥിതിയെ നിർമ്മിക്കാനോ പുനർനിർമ്മിക്കാനോ കഴിയില്ല. അത് മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ പ്രകൃതിയുമായിട്ടുണ്ടാകുകയും ഉൽപ്പാദനത്തിൻ്റെയും പുനരുൽപ്പാദനത്തിൻ്റെയും ഒരു സിസ്റ്റം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മാത്രമേ വേസ്റ്റിനെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ശാസ്ത്രീയമായ വസ്തുതയ്ക്കെതിരെ ഒരു ഉപരോധം സൃഷ്ടിക്കുന്നവരെയാണ് നമ്മൾ പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റെയിൽപാത പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളും കുറേ സ്ഥലവും നഷ്ടപ്പെട്ട് ശരിയാണ്. പക്ഷെ അത് പോയി എന്നുള്ളത് കൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുന്നില്ല. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുമ്പോൾ ഇതിലൂടെ ട്രാൻസ്പോർട്ടേഷൻസിലൂടെ നമുക്ക് എന്തെങ്കിലും ഗെയിൻസ് ഉണ്ടാകുകയാണെങ്കിൽ ആ ഗെയിൻസും കൂടെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഒരു പ്രോഡക്റ്റീവായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ട സ്ഥലത്തിന് അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിവിശേഷം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അല്ലാതെ അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. നമുക്ക് സഞ്ചരിക്കാൻ മാർഗ്ഗങ്ങൾ കൂടി വരുന്നതിലൊന്നും കുഴപ്പമില്ല, അത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പറയുന്നതിനും കുഴപ്പമില്ല. പക്ഷേ അത് മാത്രമാണ്, അത് ഇന്ത്യയുടെ എക്കോണമിയുടെ ഏറ്റവും വലിയ തകരാറ് ഇതാണ്. നിങ്ങൾ എല്ലാ പ്രോജക്ട്സും എടുത്ത് നോക്കൂ. ഈ ഗ്ലോബലൈസേഷന് ശേഷം ഇന്ത്യയിലുണ്ടാക്കിയ എല്ലാ പ്രോജക്ട്സും എടുത്ത് നോക്കൂ. ഇതിന് മാത്രമാണ് പണം എന്ന് പറഞ്ഞു കൊണ്ട് ഉൽപ്പാദനത്തെ ഉപരോധിക്കുമ്പോൾ സ്വാഭാവികമായി പരിസ്ഥിതിക്ക് ഏൽക്കുന്ന ഒരു ആഘാതമുണ്ട്, പരിസ്ഥിതിയിൽ സംഭവിക്കുന്ന ഒരു ചുരുങ്ങലുണ്ട്. മനുഷ്യൻ ചുരുങ്ങുമ്പോൾ പരിസ്ഥിതിയും ചുരുങ്ങും. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് മനുഷ്യനെ അല്ല, നിങ്ങൾ ഈ പറയുന്ന പരിസ്ഥിതിയല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ബാലൻസിങ് ബിറ്റ്വീൻ എക്കോസിസ്റ്റം ആൻഡ് മാൻ. അത് എക്കോസിസ്റ്റത്തിന് അപകടകാരിയാണ്. ഈ ഏകപക്ഷീയമായ യൂണിലാറ്ററൽ ആയിട്ടുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു അജണ്ട, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ജലവൈദ്യുത പദ്ധതികൾ വേണ്ട എന്ന് പറയുന്നവർ, ആതിരപ്പള്ളിയിലൊരു ജലവൈദ്യുത പദ്ധതി വന്നാൽ, സൈലൻറ്റ് വാലിയിലൊരു ജലവൈദ്യുത പദ്ധതി വന്നാൽ ആകാശം ഇടിഞ്ഞ് വീഴുന്നു എന്ന് പറയുന്നവർ, നമ്മൾ ജലവൈദ്യുത പദ്ധതികളിലൂടെയാണ് പൗരാണിക കാലം മുതൽ നമ്മൾ എക്കോസിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പല ഫ്ലഡ്സിനെയും നമ്മൾ ഇല്ലാതാക്കിയത് ഈ ഡാം കൺസ്ട്രക്ഷനിലൂടെയാണ്. അപ്പോൾ ആ തരത്തിൽ ഉള്ള ഒരു പ്രചാരണ വ്യൂഹത്തിലൂടെ നമ്മുടെ ജീവിതത്തെ അറസ്റ്റ് ചെയ്തു വയ്ക്കാനാണ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മായക്കാഴ്ചകൾ കൊണ്ട് നമ്മളെ ബോധശൂന്യരാക്കാൻ ഒരു ഭാഗത്ത് പ്രവർത്തനം നടത്തുമ്പോഴാണ് മറുഭാഗത്ത് കോവിഡും കെ സുധാകരനും പിണറായി വിജയനും കടന്നു വന്ന് മനഃശല്യം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ബാക്കി ഭാഗം നാളത്തേക്ക്.